ഏതൊരു ടെക്നോളജിയും പുതുതായി വരുമ്പോൾ നമുക്ക് അതിനോടൊരു ചെറിയ ഒരു മടി, അതിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു റിലക്റ്റൻസ് കാണാറുണ്ട്. അത് നമ്മൾ മൊബൈൽ ടെക്നോളജി ആണെങ്കിലും ശരി, ഏത് ടെക്നോളജിയിലാണെങ്കിലും നമുക്കൊരു സമയം നമ്മളൊന്ന് അതിനെ നിരീക്ഷിക്കും. അതുപോലെ തന്നെയാണ് ഈ റോബോട്ടിക് സർജറിയിൽ കാണുന്നത്. നമ്മളൊരു രോഗിയായിട്ട് അല്ലെങ്കിൽ ഒരു ചികിത്സയുടെ ആവശ്യത്തിന് വേണ്ടി ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ കുറച്ചുകൂടി കൺസർവേറ്റീവ് ആയിരിക്കും. അതായത് നമ്മൾ ഒന്ന് ആലോചിക്കും ഇത് ചെയ്യണോ വേണ്ടിയോ എന്നുള്ളത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ റോബോട്ടിക് സർജറിയെ സംബന്ധിച്ചിടത്തോളം ആ കാലഘട്ടം കഴിഞ്ഞു. 2010 തൊട്ട് തന്നെ അമേരിക്കയിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും വളരെ സർവ്വസാധാരണമായിട്ട് റോബോട്ടിക് സർജറി നടന്നു വരുന്നുണ്ട്. അതിൻ്റെ റിസൾട്ട്സ് 10-15 വർഷമായിട്ടുള്ള അതിൻ്റെ റിസൾട്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. എന്താണ് റോബോട്ടിക് സർജറി വൈദ്യശാസ്ത്രത്തിന് നൽകിയ സംഭാവനകൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതുകൊണ്ടുള്ള ഗുണങ്ങളെന്ന് വളരെ ക്ലിയറായി പ്രബന്ധങ്ങളായിട്ടും സ്റ്റാറ്റിസ്റ്റിക്സും സ്ഥിതിവിവര കണക്കുകളായിട്ടും നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ടെക്നോളജിയെ ഭയക്കേണ്ട കാര്യമില്ല. ഇതിനെ ആകെ കൂടി ആവശ്യമുള്ളത് ഇതിൻ്റെ ഒരു ട്രെയിനിങ് പീരീഡാണ്. നമുക്കത് ഹൃദയസ്ഥമാക്കാനുള്ള ഒരു സമയം.